നമസ്കാരം. വയനാട് ദുരന്തത്തിൽ ഇല്ലാത്ത സഹായം തന്നു എന്ന് സ്ഥാപിച്ച് കേരളത്തിന്റെ പുറത്ത് മെക്കിട്ട് കയറുന്നതാണ് കേന്ദ്രത്തിന്റെ രീതി. പല സംസ്ഥാനങ്ങളെയും പ്രകൃതി ദുരന്തം ബാധിച്ചപ്പോൾ സഹായിക്കാൻ കേന്ദ്രത്തിന് ഒരു പ്രശ്നവുമില്ലായിരുന്നു. എന്നാൽ കേരളത്തിന്റെ കാര്യം വന്നപ്പോൾ കിട്ടുന്നതാകട്ടെ വെറും അവഗണന. അതുകൊണ്ട് തീർന്നോ കള്ളപ്രചരണങ്ങൾ? വയനാടിനുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ LDF പ്രതിഷേധിക്കുകയാണ്. രാജ്ഭവനിൽ ധർണയും നടത്തും. മറ്റ് ജില്ലകളിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ മുന്നിൽ പ്രതിഷേധം നടത്തും. വയനാട് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം കടുപ്പിക്കാനാണ് LDFന്റെ തീരുമാനം. സംസ്ഥാന തലത്തിലുള്ള പ്രതിഷേധം രാജ്ഭവനിൽ നടത്താനാണ് തീരുമാനം. ജനപ്രതിനിധികളെയും പാർട്ടി പ്രവർത്തകരെയും പങ്കെടുപ്പിച്ച് പ്രതിഷേധം നടത്തും. വയനാട് മുണ്ടക്കൈ ദുരന്തമുണ്ടായി ഇത്രയും ദിവസം പിന്നിട്ടിട്ടും വയനാടിനെ പരിഗണിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്നതാണ് LDFന്റെ വിമർശനം. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ദില്ലിയിലെ സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി KV തോമസിന് നൽകിയ മറുപടിയിലാണ് കേന്ദ്ര അവഗണന വ്യക്തമാകുന്നത്. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമലയിൽ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ലെന്നും ഇതിന് മാനദണ്ഡങ്ങൾ അനുവദിക്കുന്നില്ലെന്നുമായിരുന്നു മറുപടി. ഓഗസ്റ്റ് 8 മുതൽ 10 വരെ വയനാട്ടിൽ കേന്ദ്ര സമിതി നേരിട്ടെത്തി സന്ദർശിക്കുകയും റിപ്പോർട്ട് കൈമാറുകയും ചെയ്തതായും ആഭ്യന്തര മന്ത്രാലയം സമ്മതിക്കുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടി എടുത്തിട്ടുണ്ടെന്ന് ആഭ്യന്തര സഹമന്ത്രി കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ എന്ത് നടപടിയാണെന്നോ ധനസഹായം സംബന്ധിച്ചോ വ്യക്തതയില്ല. മാത്രമല്ല, സംസ്ഥാന സർക്കാരിന്റെ ഔപചാരിക നിവേദനം ലഭിക്കാതെ തന്നെ കേന്ദ്ര സംഘത്തെ അയച്ചുവെന്ന വിചിത്രമായ അവകാശവാദവും കേന്ദ്ര സഹമന്ത്രി ഉന്നയിച്ചിട്ടുണ്ട്. വർഷം തോറും സംസ്ഥാന ദുരന്ത നിവാരണ സേനയ്ക്ക് നൽകുന്ന കേന്ദ്ര വിഹിതം വീണ്ടും മറുപടി കത്തിൽ ആവർത്തിക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നത്. 2024-25 LDF ഫണ്ടിലേക്ക് 388 കോടി അനുവദിച്ചു എന്നാണ് അവകാശവാദം. എന്നാൽ ഇതിൽ 20% സംസ്ഥാന വിഹിതമാണ്. വയനാടിന് കൈത്താങ്ങായി 2400 കോടി രൂപയുടെ പാക്കേജ് അനുവദിക്കണമെന്നാണ് കേന്ദ്രം പല തവണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിൽ കണ്ട് ഇക്കാര്യം അഭ്യർത്ഥിച്ചിരുന്നു. നഷ്ടപരിഹാരം തിട്ടപ്പെടുത്തി റിപ്പോർട്ടും സമർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ നേരിട്ടെത്തി സ്ഥിതിഗതികൾ മനസ്സിലാക്കുകയും ചെയ്തു. എന്നിട്ടും വലിയ ദുരന്തത്തിൽ ഒരു രൂപ പോലും അനുവദിച്ചിട്ടില്ല. 400-ലധികം പേർ മരിച്ച വലിയ ദുരന്തത്തെ രാഷ്ട്രീയത്തിന്റെ പേരിൽ മോദി സർക്കാർ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ മതിയായ മിച്ചമുണ്ടെന്ന കേന്ദ്ര സർക്കാരിന്റെ നിരുത്തരവാദിത്തപരമായ മറുപടി ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല.